കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വിശുദ്ധ വലിയ നോമ്പിലെ 31-ാം ദിവസത്തിൽ ദൈവസന്നിധിയിൽ വീണ്ടും നാം ഒരുമിച്ച് കൂടുകയാണല്ലോ. നമ്മുടെ ഇന്നത്തെ ധ്യാനവാക്യം എന്ന് പറയുന്നത് പരിശുദ്ധനായ പൗലോസ്ലീഹ റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യമാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവൻ്റെ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അങ്ങനെയാണ് ആ തിരുവചനത്തിൽ നാം കാണുന്നത്. ഈ തിരുവചനത്തിൽ ഒരു വലിയ ആത്മീയ രഹസ്യം ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്: ദൈവമേ, എന്തുകൊണ്ടാണ് ഈ പരീക്ഷണം ഇന്ന് എൻ്റെ ജീവിതത്തിൽ വന്നത്? നാം പ്രാർത്ഥിക്കുന്നു, നാം ദൈവത്തെ വിശ്വസിക്കുന്നു, എന്നാൽ അതിനിടയിലും പ്രതിസന്ധികൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. രോഗം വരാം, സാമ്പത്തിക പ്രശ്നങ്ങൾ വരാം, ബന്ധങ്ങളിൽ വേദന കടന്നു വരാം. നമ്മൾ പ്രതീക്ഷയോടെ ഇരുന്ന പല കാര്യങ്ങളും ജീവിതത്തിൽ നടക്കാതെ പോയെന്ന് വരാം. അങ്ങനെ ഒട്ടനവധി പ്രതിസന്ധികൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. അപ്പോഴാണ് നമ്മൾ ചോദിക്കുന്നത്: ദൈവമേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, എന്നാൽ എനിക്കെന്തുകൊണ്ട് ഇത്രയും പരീക്ഷണങ്ങൾ? പ്രിയ സഹോദരങ്ങളെ, ദൈവമക്കളെ, ഇന്നത്തെ തിരുവചനം നമ്മോട് സംസാരിക്കുന്നത് ഇതാണ്. നിന്റെ ജീവിതത്തിലെ ഇപ്പോഴത്തെ പ്രതിസന്ധികൾ, അവയെല്ലാം ദൈവം നിന്നെ ഒരു അനുഗ്രഹത്തിലേക്ക് നിന്നെ നയിക്കുവാൻ ഉപയോഗിക്കുകയാണ്. ആമേൻ. ദൈവം ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒന്നിനെയും വെറുതെ അനുവദിക്കുന്നില്ല. സഭാപ്രസംഗിയുടെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം നമ്മോട് പറയുന്നു: എല്ലാത്തിനും ഒരു സമയമുണ്ട്. ആകാശത്തിന് കീഴിലുള്ള സകല കാര്യത്തിനും ഒരു കാലമുണ്ട്. അങ്ങനെയാണ് ആ തിരുവചനം നമ്മോട് പറയുന്നത്. പ്രിയ ദൈവമക്കളെ, ദൈവത്തിൻ്റെ സമയക്രമം മനുഷ്യർക്ക് പലപ്പോഴും മനസ്സിലാകാറില്ല എന്നതാണ് സത്യം. യോസഫിന്റെ ജീവിതം നോക്കൂ. ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ യോസഫ് തൻ്റെ സഹോദരന്മാരോട് പറഞ്ഞു: നിങ്ങൾ എൻ്റെ നേരെ ദോഷം വിചാരിച്ചു, ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു എന്നാണ് ആ തിരുവചനത്തിൽ നാം കാണുന്നത്. അവന്റെ ജീവിതം നോക്കൂ. ജോസഫിനെ അവന്റെ സഹോദരന്മാർ വെറുത്തു, അവനെ പൊട്ടക്കിണറ്റിൽ തള്ളി, അവനെ അടിമയാക്കി വിറ്റു, അവനെ തെറ്റായ ആരോപണങ്ങളാൽ കാരാഗൃഹത്തിൽ അടച്ചു. മനുഷ്യരുടെ കണ്ണിൽ അവയെല്ലാം ദുരന്തങ്ങളായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതിയിൽ അവയെല്ലാം ഒരു വലിയ അനുഗ്രഹത്തിൻ്റെ വഴിയായിരുന്നു. ആമേൻ, ഹല്ലേലൂയ. അവസാനം യോസഫ് ഈജിപ്തിൻ്റെ ഭരണാധികാരിയായി മാറി. ദൈവം അവനെ ഉയർത്തി. ക്രൂശിന്റെ രഹസ്യവും അതാണ്. ക്രിസ്തുവിന്റെ ജീവിതവും ഇതേ സത്യം തന്നെ നമ്മെ പഠിപ്പിക്കുന്നു. ക്രൂശ് മനുഷ്യരുടെ കണ്ണിൽ തോൽവിയായിരുന്നു, എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതിയിൽ അത് രക്ഷയുടെ വാതിലായിരുന്നു. പരിശുദ്ധനായ പൗലോസ്ലീഹ റോമർക്കെഴുതിയ ലേഖനത്തിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 3-4 തിരുവചനങ്ങളിൽ ഇപ്രകാരം പറയുന്നു: കഷ്ടത സഹിഷ്ണുതയെയും, സഹിഷ്ണുത സിദ്ധതയെയും, സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു എന്ന് അറിഞ്ഞു നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു എന്നാണ് ആ തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നിന്റെ ജീവിതത്തിലും ഇപ്പോൾ നീ അനുഭവിക്കുന്ന പരീക്ഷണം ദൈവത്തിൻ്റെ വലിയ പദ്ധതിയുടെ ഒരു ഭാഗമായിരിക്കും. നീ കരയുന്ന രാത്രികൾ, നീ അനുഭവിക്കുന്ന നിരാശ, നിന്റെ മനസ്സിലെ ഭാരങ്ങൾ, ഇവയെല്ലാം കുഞ്ഞേ
ദൈവം കാണുന്നുണ്ട്. ഈ വിശുദ്ധ വലിയ നോമ്പിന്റെ സന്ദേശം, ഈ നോമ്പ് നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ്. നിന്റെ കഷ്ടത, ഇപ്പോൾ അനുഭവിക്കുന്ന നിന്റെ കഷ്ടതകൾക്ക് ശേഷം നിനക്ക് ഒരു നല്ല കാലം വരും. നീ ഇപ്പോൾ അനുഭവിക്കുന്ന വേദനയ്ക്കു ശേഷം നിന്നിലേക്ക് ഒരു മഹത്തായ സമയം വരും. ഇപ്പോൾ നീ അനുഭവിക്കുന്ന കണ്ണുനീർ കാലങ്ങൾക്ക് ശേഷം നിന്നിലേക്ക് ഒരു സന്തോഷകരമായ കാലമുണ്ടാകും. ആമേൻ, ഹല്ലേലൂയ. ഇതൊരു ആത്മീക രഹസ്യമാണ് പ്രിയ ദൈവമക്കളെ. ദൈവം നിന്നെ തയ്യാറാക്കുകയാണ് ഒരു വലിയ അനുഗ്രഹത്തിനായി, ഒരു വലിയ സാക്ഷ്യത്തിനായി, ഒരു വലിയ ദൗത്യത്തിനായി. നിന്റെ വിശ്വാസം ഇപ്പോൾ പരീക്ഷിക്കപ്പെടുന്നു. വിശുദ്ധ യാക്കോബ് എഴുതിയ ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ നാം കാണുന്നു, നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷമെന്നെണ്ണുവീൻ. അങ്ങനെയാണ് ആ തിരുവചനം നമ്മോട് സംസാരിക്കുന്നത്. വിശ്വാസത്തോടെ കാത്തിരിക്കുക. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ചില അനുഗ്രഹങ്ങൾ ഉടൻ നമുക്ക് ലഭിക്കും. എന്നാൽ ചില അനുഗ്രഹങ്ങൾ ലഭിപ്പാൻ ദൈവം നമ്മെ തയ്യാറാക്കും. അതാണ് നിന്റെയും എൻ്റെയും ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ചില പരീക്ഷണങ്ങളിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പേൻ. ഈ വിശുദ്ധ നോമ്പിൻ്റെ 31-ാം ദിവസമായി ഇന്ന് നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം. കർത്താവേ, ഇപ്പോൾ പരീക്ഷണങ്ങൾ അനുഭവിക്കുന്ന എല്ലാ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവരുടെ കണ്ണുനീരിനെ സന്തോഷമാക്കി മാറ്റണമേ. അവരുടെ പ്രതിസന്ധികളെ അനുഗ്രഹമാക്കി തീർക്കണമേ. അവരുടെ ജീവിതത്തിൽ നിന്റെ നാമമഹത്വം വെളിപ്പെടുത്തണമേ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും അവൻ്റെ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് ഞങ്ങൾ ഈ തിരുവചനത്തിൽ കൂടി മനസ്സിലാക്കുന്നു. തമ്പുരാനെ, ഞങ്ങളുടെ ഇപ്പോഴത്തെ പരീക്ഷണം ഞങ്ങളുടെ വലിയ അനുഗ്രഹത്തിൻ്റെ തുടക്കമാണെന്ന് ഈ തിരുവചനത്താൽ അടിയങ്ങൾക്ക് ബോധ്യമായി. ഈ പരീക്ഷണങ്ങളിൽ തളരാതെ വിശ്വാസത്തോടുകൂടി മുൻപോട്ട് പോകുവാൻ ഞങ്ങൾ കേട്ട തിരുവചനം തമ്പുരാനെ ഞങ്ങളിൽ ഉറപ്പിക്കണമേ. സർവമാനവും മഹത്വവും നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി.